പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ. റോഡ് തകർച്ചയും ജൽജീവൻ മിഷൻ പദ്ധതി പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസം യോഗം നടന്നിരുന്നില്ല. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ ജനകീയ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡ് തകർച്ച തന്നെ പ്രധാന ചർച്ചയായി. ഗ്രാമീണ റോഡുകൾ ഗ്രാമീണ റോഡുകൾ ആകെ തകർന്നു. പുലാശ്ശേരി ഭാഗത്ത് കോറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ വണ്ടികൾ പോയതിന്റെ ഭാഗമായിട്ട് ഉള്ള റോഡുകൾ തകർന്ന് വലിയ രീതിയിൽ ജനരോഷമാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തുകൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫണ്ടുകൾ കൃത്യമായിട്ട് പല സാങ്കേതിക തടസ്സം കാരണം നമുക്ക് ഇപ്പോ വിലോറായി. ഈ വർഷത്തെ ഫണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമില്ല. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റോഡുകൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയാത്ത സമയത്താണ് എല്ലാം നടക്കുന്നത്. അതിഗൗരവമായി MLA ഒക്കെ അതിൽ ഗൗരവമായി ഇടപെട്ട് പ്രാദേശിക റോഡുകൾ നേരെക്കാനുള്ള സംവിധാനം. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു. കുടിവെള്ള കണക്ഷൻ ലഭിക്കാത്തതും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും ചർച്ചയായി. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിളയൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും താലൂക്ക് വികസന സമിതിയുടെ മുന്നിൽ ചർച്ചയായി. കണ്ണന്നൂരിൽ കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത പ്രശ്നവും യോഗത്തിൽ ചർച്ചയായി. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA സൂചിപ്പിച്ചു. കൊപ്പത്തെ വിശ്രമ കേന്ദ്രവും തുറന്നുകൊടുക്കാൻ നടപടിയായെന്നും ടൗൺ നവീകരണത്തിന്റെ 2ാം ഘട്ട നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA സൂചിപ്പിച്ചു. നമ്മുടെ വാടാനംകുറിശി മേൽപ്പാലത്തിന്റെ സൈഡിൽ നിരന്തരമായി അവിടെ വിളിച്ചു പറയുമ്പോൾ ചെറുതായിട്ട് ഒരു കുഴിയടച്ചു പോകും. പിറ്റേ ദിവസം വെള്ളം നിന്ന് അവിടെ കുഴിയാവും. ഇങ്ങനെയുള്ള പ്രശ്നം രൂക്ഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. RBDCക്ക് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ വാടാനംകുറിശി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവർ ഇടപെടേണ്ടതാണ്. ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ്. അപ്പൊ കുറച്ച് മെല്ലെപ്പോക്ക് അതിലുണ്ട് എന്നുള്ളത് കാരണം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേൽപ്പാലം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉള്ള വർക്ക് നടക്കാൻ എന്നതിന്റെ അത് മെല്ലെയായതുകൊണ്ടാണെങ്കിലും ഈ ആളുകളുടെ ദുരിതം കുറക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ സൈഡിലെ അപ്രോച്ച് റോഡ് നന്നാക്കി കഴിഞ്ഞ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്താൽ നടക്കും. അത് അടിയന്തരമായി ക്ഷണിക്കേണ്ടതാണ്. അതിന് കളക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ ജയിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ മെയിൻ റോഡാണെങ്കിൽ മെയിൻ റോഡ് ഇപ്പോൾ അവര് KRP അതിന്റെ പാച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ടൗണിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ വികസന സമിതിയിലും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുടെ കമ്മിറ്റിയിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ സ്കെച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ വെഡിങ് ഓണേഴ്സ് അടക്കമുള്ളവർ സഹകരിച്ചുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് റോഡ് വീതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാവരുടെയും സഹകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് അതിന്റെ സ്കെച്ചും മറ്റു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ടൗണിലെ വർക്ക് കൂടി വീതി കൂട്ടിക്കൊണ്ടുള്ള വർക്ക് കൂടി ആരംഭിക്കാൻ കഴിയണം. എന്നാലാണ് നമുക്ക് ആ റോഡ് പൂർണ്ണമായി അതിന്റെ ലക്ഷ്യത്തിലെത്തുള്ളൂ. അപ്പൊ അതിനെല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത മണികണ്ഠൻ, VP രജീന, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷർഫുദ്ദീൻ കളത്തിൽ, MK ബേബി ഗിരിജ, T ഉണ്ണികൃഷ്ണൻ, A ആനന്ദവല്ലി, V രമണി, രതി ഗോപാലകൃഷ്ണൻ, തഹസിൽദാർ ബിന്ദു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇമാനുവൽ സിൽക്സ്, M Space ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി.